അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒറിജിനൽ മലൂത്തിൻ്റെ റെസിപ്പിയാണ്. മലൂത്ത് എങ്ങനെ ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് നല്ലൊരു അറേബ്യൻ മലൂത്ത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ ഒരു മലൂത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കുക്കറിലല്ല ചെയ്തത് കേട്ടോ. ഇത് കുക്കറിൽ ചെയ്യുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ലൊരു കുക്കർ റൈസാണ്. അപ്പോൾ ആരും ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ ഓയിലിന് പകരം നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ഒഴിക്കാം. വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കരുത് കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക്, അതുപോലെ ഒരു 4 ഏലക്ക, 4 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഒരു വലിയുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. 1 കിലോ റൈസിലേക്കുള്ള അളവുകളാണ് കാണിക്കുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ഉള്ളി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുക. ഈ ബേ ലീഫ് നേരത്തെ നമ്മൾ ഗരം മസാല ഇട്ട സമയത്ത് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ട ടൊമാറ്റോ പേസ്റ്റാണ്. ഇത് തക്കാളി പേസ്റ്റാണ് കേട്ടോ. ഒരിക്കലും സോസോ കെച്ചപ്പോ നിങ്ങൾ ഇതിലേക്ക് ഉപയോഗിക്കരുത്. ഇത് മധുരം ഒന്നും ഉണ്ടാവില്ല. നല്ല പുളിപ്പുള്ള നല്ല തക്കാളിൻ്റെ പേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ റൈസിന് കളറും ടേസ്റ്റും കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വാങ്ങിയിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഒരു 4 ടീസ്പൂണോളം ഞാനിത് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 2 തക്കാളി അരച്ച് ജ്യൂസാക്കി എടുത്തിട്ടുള്ളതാണ്. വെള്ളമൊന്നും ചേർക്കാണ്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുള്ള തക്കാളിയാണ് കേട്ടോ. അതും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിലൊരു തിളക്കം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 3 പച്ചമുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പച്ചമുളക് കീറേണ്ട ആവശ്യമൊന്നുമില്ല, മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ പച്ചമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എരിവ് നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു മാഗി ക്യൂബ്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചിക്കൻ സ്റ്റോക്കാണ്. ഇത് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ട. പക്ഷേ ഇത് ഇടുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ നമ്മുടെ ഈ ഒരു റൈസിന്. അപ്പോൾ അത് ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ചേർക്കുക. അല്ല ആരോഗ്യത്തിന് പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കുക. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചിക്കന് 4 കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചിക്കന് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 4 കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഉപ്പൊക്കെ ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ചിക്കനും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു ടൊമാറ്റോ പേസ്റ്റിൻ്റെ കളറാണ് ശരിക്കും ഈ ഒരു റൈസിന് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റി മിക്സ് ചെയ്യാം. ശരിക്കും ഇത് കുക്കറിൽ ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. അതിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ ടേസ്റ്റും ഒക്കെ കിട്ടുന്നത് അപ്പോഴാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ആവിയൊന്നും പുറത്ത് പോകാണ്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ട് നമ്മുടെ ചിക്കനിന് വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് വേണം നമ്മൾ ഇതിലേക്ക് അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ ഇതാണ് കേട്ടോ, കബ്സ മസാല എന്നല്ല, അറേബ്യൻ മസാലയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മസാല ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ സാധാരണ ഗരം മസാല കൊണ്ടുപോയിട്ട് ചേർക്കരുത്. സാധാരണ ഗരം മസാലയിൽ നമ്മൾ വലിയ ജീരകം ഇട്ടിട്ടാണല്ലോ ഗരം മസാല ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതിൽ വലിയ ജീരകത്തിനൊന്നും ചേർക്കാൻ പാടില്ല. അതിൽ ചെറിയ ജീരകമാണ് നമ്മൾ അറേബ്യൻ മസാലയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മസാലക്കും സ്മെല്ലിനും ഒക്കെ ടേസ്റ്റിലും ഒക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ ഗരം മസാല കൊണ്ടുപോയിട്ട് ഇടരുത്, അറേബ്യൻ മസാല തന്നെ ഇടുക കേട്ടോ. അപ്പോൾ മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് ചെയ്താൽ മതി, ഒരുപാട് തീ കൂട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് നമ്മൾ കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് വെള്ളം ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിത് അറിയാത്തവരുണ്ടെങ്കിലാണ് ഇത്രയും കൂടുതൽ വിശദമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ചെയ്ത് ശീലമുള്ളവർക്കാണെങ്കിൽ ഇത്രയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഞാൻ 1 കപ്പ് അരിക്കോ 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് 1.5 കപ്പ് വെള്ളം കറക്റ്റാണ് കേട്ടോ. ഇനി കൂടുതൽ വേവുള്ള അരിയാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 2 കപ്പ് തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് കറക്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ.
അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. നല്ല നമുക്ക് ആ ഒരു ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഉണ്ടാവുള്ളൂ. ഒരു ഉണങ്ങിയ നാരങ്ങയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 2 ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അത്യാവശ്യം പുളിപ്പുണ്ടാവും നമ്മളുടെ. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഇതിന് വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ, പ്രഷർ ഇല്ലാണ്ട് ഒന്ന് വേവിച്ചാൽ മതി. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിതിവിടെ ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസാണ്. അതൊന്ന് കഴുകി ഊറ്റി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ശരിക്കും നിങ്ങൾ ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. നമ്മൾ കുക്കറിലായതുകൊണ്ട് നമ്മൾ അടുക്ക് തുറന്നിട്ട് നമുക്ക് ഉപ്പ് നോക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുക്കർ അടിച്ച് വെച്ചിട്ട് നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിൽ വരുന്ന സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് പ്രഷർ പോയതിന് ശേഷം തുറക്കുക കേട്ടോ. അത്രയും മതി. ഇപ്പോൾ ഞാൻ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്നിട്ടുള്ളതാണ്. അപ്പോൾ ചോറ് നന്നായിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൽ വെച്ചിട്ട് ഇളക്കി മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായത് കാരണം നമ്മളൊരു വലിയ ട്രേ എടുത്തിട്ട് അതിലേക്ക് വിളമ്പിയിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ചൂട് കുറച്ച് പോയതിന് ശേഷം വിളമ്പുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് തന്നെ നമുക്ക് റൈസ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ആ ഒരു ചൂടോട് കൂടിയായി തന്നെ കുറച്ചും കൂടെ ഒന്ന് ഇതായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ചിക്കനും ഈ ഒരു ചോറും കുക്കറിൽ വെച്ചുകൊണ്ട് തന്നെ. അപ്പോൾ ഈ മധൂത്ത് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റൈസ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.